നമസ്കാരം, ഞാൻ ഷിനു സൂര്യനാരായണൻ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ചെറുപ്പകാലങ്ങളിലെല്ലാം ഇപ്പോഴും നൊസ്റ്റാൾജിയായിരിക്കുന്ന തേൻ മിഠായി എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാം എന്നാണ്. ഇപ്പോൾ ഏറെക്കുറെ തേൻ മിഠായി ഒന്നും കാണാറില്ല, കണ്ടു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഫീലൊന്നും വരാറില്ല. പക്ഷേ ആ ടേസ്റ്റ് തന്നെ നമുക്കത് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സ്റ്റേ ട്യൂൺ. അപ്പോൾ നമ്മൾക്ക് ഇതിനാവശ്യമായിട്ടുള്ളത് 1 കപ്പ് അരിയാണ്. അതേപോലെ ആ കപ്പിൽ തന്നെ 1/4 കപ്പ് ഉഴുന്നുമാണ് നമ്മൾക്ക് ആദ്യം ആവശ്യമുണ്ട്. ഞാനിത് 4 മണിക്കൂർ മുമ്പ് തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് അടിക്കാൻ പാടില്ല. നമ്മൾ ജിലേബിക്കൊക്കെ പിഴിയണ അതേപോലുള്ള അളവാണ് ഇത് വേണ്ട. അപ്പോൾ നമ്മൾക്ക് ഈയൊരു പാകത്തിലാണ് വേണ്ടത്. ഇതുണ്ടോ ഉണ്ടോ? അപ്പോൾ നമുക്കിതിനെ നമ്മുടെ വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ മാവെല്ലാം അരച്ച് ക്ലിയർ ആയിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾക്ക് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. കളർ ആഡ് ചെയ്ത് കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണ്ട. നമ്മളിതിൽ ഫുഡ് കളർ ആഡ് ചെയ്യുന്നത് നമുക്ക് ആ നൊസ്റ്റാൾജിയ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കടയിലും പുറത്തുമൊക്കെ നമുക്ക് ഈ തേൻ മിഠായി കിട്ടുന്നത് ചുവന്ന കളറിലൊക്കെയാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഫുഡ് കളർ ആഡ് ചെയ്തത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കുഴയ്ക്കണം. അപ്പോൾ നമ്മുടെ മാവ് ഈ പരുവത്തിൽ കുഴച്ച് റെഡിയായിരിക്കുകയാണ്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിനി അടുത്തത് പഞ്ചസാര പാവ്. ഇതിനുള്ള പഞ്ചസാര പാവ് നമുക്ക് റെഡിയാക്കാം. 1/4 കപ്പ് പഞ്ചസാരയാണ് നമ്മൾക്കതിന് വേണ്ടത്. അപ്പോൾ നമുക്ക് 1/4 കപ്പ് പഞ്ചസാര ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 1/4 കപ്പ് പഞ്ചസാരയ്ക്ക് ഇതിൽ 3/4 കപ്പ് വെള്ളമാണ് അതിൽ ചേർത്തുന്നത്. ഇത് നമ്മൾക്ക് ഒരു നൂൽപദം ആണ് വേണ്ടത്. ഒരുപാട് തിളച്ച് അങ്ങനെ കട്ടിയാവണമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെച്ചാൽ മതി. ഓക്കെ, നമുക്കിനി എണ്ണയിലിട്ട് ഇതിനെ വറുത്തെടുക്കാം. ചെറിയ ബോൾസായിട്ട് ഇട്ടാൽ മതി. നമ്മൾ അങ്ങനെ ഉണ്ടാക്കി നമുക്ക് ഇതിൽ പഞ്ചസാര പാവിലിട്ട ശേഷം ഒരു 30 മിനിറ്റോളം പഞ്ചസാര പാവിൽ അങ്ങനെ കിടന്നോട്ടെ. അതിന് ശേഷം എടുത്താൽ അടിപൊളിയായിരിക്കും. ഈ ഷുഗർ ഇതിലിട്ട് വെച്ചിരിക്കുന്ന തേൻ മിഠായി നമ്മൾക്ക് കുറച്ചായിട്ട് നമുക്ക് വേറൊരു ഇതിലേക്ക് മാറ്റാം. ഞാനൊരു ഇലയാണ് എടുത്തിരിക്കുന്നത്. ഇലയിലേക്ക് മാറ്റി നമുക്കിതെല്ലാം വാരി വയ്ക്കാം. എല്ലാം വാരി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മുകളിലായിട്ട് കുറച്ച് പഞ്ചസാര നമുക്ക് മുകളിലേക്ക് ഇങ്ങനെ കുറച്ചായി തൂവി കൊടുക്കാം. കുറച്ച് തേൻമുട്ടയിലാണെങ്കിൽ പഞ്ചസാരയിലിട്ട് നമ്മളതിനെ ഡിപ്പ് ചെയ്തെടുക്കാറ് പതിവ്. പക്ഷെ ഒരുപാട് ഇതാവുമ്പോൾ നമ്മൾക്ക് അത് പ്രാവർത്തികമായ കാര്യമല്ല. അപ്പോൾ നമ്മുടെ തേൻ മിഠായി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിനുള്ളിൽ പഞ്ചസാര പാവ് കേട്ടോ. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയുണ്ട്.
അടിപൊളിയാണ് സംഭവം. ഇതിൽ ചെറിയൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത് വറുത്ത് കോരി പഞ്ചസാര പാവൽ ഇടുന്ന സമയത്ത് നമ്മൾ പഞ്ചസാര പാവൽ മാക്സിമം കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം ഇത്തിരി അധികം ഒഴിച്ചിട്ടാണെങ്കിലും നന്നായി ആ ചൂട് എന്തായാലും നിലനിൽക്കണം. അതിന് നമ്മൾ നമ്മുടെ സിമ്മായിട്ട് ഗ്യാസിലാണെങ്കിലും ഇതിൽ നമ്മൾക്ക് അത് തിളച്ചുകൊണ്ടേ അല്ലെങ്കിൽ ചൂടായിക്കൊണ്ടേയിരുന്നു എന്ന് വെച്ചാൽ നമുക്കത് വേഗം നമ്മൾക്ക് ഇതിലേക്ക് പഞ്ചസാരപ്പാവ് വേഗം പിടിക്കാൻ പറ്റും. 30 മിനിറ്റിനുള്ളിൽ നമ്മൾക്കത് പിടിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ചെറിയ ചെറിയ ടിപ്സുകൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തും വരെ ഞാൻ നിങ്ങളുടെ ഷിനു സുരേന്ദ്രനാണ്, സൈനിങ് ഓഫ്.